നാടൻ പിക്കിൾസിലേക്ക് സ്വാഗതം. ഇന്ന് ചൂത മീനാണ് അച്ചാറുണ്ട്. ചൂരാന്നും പറയും, ഞങ്ങളുടെ നാട്ടിൽ ചൂതാന്നാണ് പറയുക. വെളുത്ത ചൂതയാണ്, ഒന്നുകൂടി ടേസ്റ്റ്. അത് 1.5 കിലോ ചൂത കൊണ്ടുവന്നിട്ട് ചെറുതാക്കി നുറുക്കി, ഇഞ്ചി വെളുത്തുള്ളിൻ്റെയും പേസ്റ്റ്, ഇത്തിരി മസാലപ്പൊടി, കുരുമുളക് പൊടി, കറി മസാലൻ്റെ കുറച്ചുണ്ട്, ഒരേലക്കായും, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരിത്തിരി സുർക്ക ഒഴിക്കുന്നുണ്ട്, വിനാഗിരി, കുറച്ച് എണ്ണ. ഇതൊരു കഷ്ണങ്ങൾ ഒട്ടാതിരിക്കാനാണ്. ഞാൻ ചൂടായപ്പോൾ എണ്ണ ഒഴിച്ച് കറിവേപ്പിൻ്റെ എല്ലാം 3 തണ്ട് ചേർത്ത് കുറേശ്ശെ മീൻ പൊരിച്ചെടുക്കുക. കുറച്ച് കഴിഞ്ഞിട്ട് മറിച്ചിട്ടാൽ മതി, മറ്റേത് കായം മൊത്തം അതിലുമ്പോൾ പിടിക്കുക എണ്ണയിൽ. പിന്നെ ചൂത മീൻ പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. കറുത്ത ചൂതനെക്കാട്ടി ഈ വെള്ള ചൂത ആകുമ്പോൾ വേഗം ഉടയുന്നുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ കടുകിട്ട് അതിലേക്ക് വെളുത്തുള്ളി തൊലിച്ചത്, നമ്മൾ മീൻ എത്ര എടുക്കണം അതിനനുസരിച്ച് മതി കേട്ടോ. കറിവേപ്പിൻ്റെ 2 തണ്ട്, ഇഞ്ചി ചെറുതാക്കി നുറുക്കിയതും, പിന്നെ ഉണക്കമുളക് ഒരു 5 എണ്ണം, പച്ചമുളകും ഒരു 6 എണ്ണം, 1 കിലോ നുറുക്കിയതുണ്ടാവും. 1.5 കിലോ കൊടുന്നതിൽ കുറച്ച് വേസ്റ്റൊക്കെ ഒഴിവാക്കി വന്നപ്പോൾ ഇഞ്ചി നുറുക്കിയത്, നന്നായിട്ട് ചൂടാക്കി വെക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ കടുക് പൊടിച്ചത് കേട് വരാതിരിക്കാനാണ്, സൂക്ഷിച്ച് വെക്കാനാണ്, ഗൾഫിലേക്കൊക്കെ കൊണ്ടുപോകാനൊക്കെ. എണ്ണ കുറച്ചും കൂടി ഒഴിച്ചിട്ടുണ്ട്. ചൂത പൊരിച്ച എണ്ണ ബാക്കിയുണ്ടായിരുന്നു, അതും കുറച്ച് ചേർത്തിട്ടുണ്ട്. ഉലുവ പൊടിച്ചതും കടുക് പൊടിച്ചതും കഴിഞ്ഞു. പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, ഇത്തിരി മസാലപ്പൊടി ചേർത്ത് നല്ല എണ്ണയിൽ വഴറ്റുക. ഒന്നുകിൽ ഓഫാക്കട്ടോ, എന്നിട്ട് പിന്നെ മറ്റേ കരിയാതിരിക്കാൻ. മുളകുപൊടിയൊക്കെ ചൂടായി. 2 കപ്പ് ഉണ്ടാവും, ചെറിയ കപ്പിന്. സുർക്ക, പാകത്തിന് ഉപ്പ് പാകത്തിനിട്ട് കായപ്പൊടി ഇട്ടിട്ട് മീൻ അതിൽ നല്ല വേവിക്കണ്ട കേട്ടോ. നല്ല വേവിക്കുമ്പോൾ ഉടയാൻ സാധ്യത ഉണ്ട്. ചെറുതാക്കി നുറുക്കിയതാണ്. നല്ല വെന്ത് വരുമ്പോൾ ഉപ്പൊക്കെ നോക്കുക. മീനിൽ ഉപ്പുണ്ടായതുകൊണ്ട് പാകത്തിന് ഉപ്പിട്ടിട്ട്, കുറവുള്ള ഉപ്പ്